ഗൈസ്, എയ്റ്റി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനൊരു വീഡിയോ ഇടാനായിട്ട് ഞാനിവിടെ വന്നിരിക്കണതേ, നമ്മൾ ഇന്നലെ ഇത് 5-ാം തീയതിയാണ്. ഇന്നലെ 4 ഇലക്ഷൻ്റെ റിസൾട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഓരോ ഫലങ്ങളും എല്ലാവരും അറിഞ്ഞു. ഞാൻ ഈ ഇലക്ഷനെ കുറിച്ച് ഒന്നുമല്ല ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ഷൈജു കുറുപ്പ് അഭിനയിച്ച, മേരി ജീനൊക്കെ അഭിനയിച്ച, പിന്നെ ബേബി ജീനൊക്കെ അഭിനയിച്ച, നമ്മുടെ വിനയ് ഫോർട്ടൊക്കെ അഭിനയിച്ച ചിത്രം. അതിൽ വേറൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് നമ്മുടെ ജഗദീഷ് ഏട്ടൻ. ജഗദീഷ് പുള്ളി ഞാൻ ശരിക്കും പറഞ്ഞാൽ മാർക്കോലത്തെ വില്ലൻ, അങ്ങനെ കുറച്ച് മറ്റേ റോഷാക്കിലത്തെ ക്യാരക്ടറൊക്കെ ഇല്ലേ, അതൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ആ പോലീസ് ഓഫീസറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കാര്യം പറയാനെന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന പടം കണ്ട്, ഈ മോഹിനിയാട്ടം ഇതിന് മുമ്പ് ഭരതനാട്യം എന്ന് പറയുന്ന പടമുണ്ട്, അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു കഥയുണ്ട്. എന്താ കഥയെന്ന് വെച്ചാലില്ലേ, എന്താ ഈ ബുക്കേൽ ഞാനത് കേട്ടിട്ട് ഞാൻ ഈ ബുക്കേൽ എഴുതിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഒരു സിറ്റുവേഷനാണ്. മറ്റേ നമ്മുടെ പോലീസ് ഒരു ചോദ്യം ചെയ്യാൻ നേരത്ത് ജഗദീഷ് ഏട്ടനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ പുള്ളി അതിന് പറയുന്ന ഒരു മറുപടിയും, ആ ക്രൂ അല്ലെ അത്രയും പേരവിടെ നിൽക്കുമ്പോൾ അതിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമുക്ക് ഒരു വിവരിച്ച് തരാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞാൻ ആ കഥ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് ആ സിനിമ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു ഇമ്പാക്റ്റ്, ആ കോമഡിയുടെ ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കഥ ഇതാണ്. താനൂര് ചക്ക തിന്നാൻ പോയപ്പോൾ ചക്കയെല്ലാം താനൂര് ചക്ക തിന്നാൻ പോയപ്പോൾ ചക്കയെല്ലാം തമ്പാനൂരേക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോൾ മാവില ചക്ക കായ്ക്കുന്നതെന്ന് കേട്ടു. മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോ എന്ന് മാവിലേക്ക് ചെന്ന് കാർന്നോന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന്. ഇതൊരു ചെറിയ കഥയാണ്. പുള്ളി ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്ത്, പോലീസുകാരൻ ചോദിക്കാൻ നേരത്ത് പറയണ ഒരു കഥയാണ്. അത് എക്സിക്യൂട്ടീവ് ചെയ്ത് വെച്ചിരിക്കണ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ കഥയിൽ, ഈ സിനിമയിൽ വിനയ് ഫോർട്ട് വന്നിട്ട് വിനയ് ഫോർട്ട് ഈ കഥയിലേക്ക് കയറി വരുമ്പോൾ അത് മുതൽ ദിങ്ങനെ പോയൊരു പടം. ഇത് ദിങ്ങനെ മുകളിലേക്ക് പോകുന്നത്. അവിടെ നിന്നൊരു കോമഡി അങ്ങോട്ട് തുടങ്ങിയിട്ട്, ഞാൻ ആട് 2 കണ്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഈ ചിരിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതുക്കും മേലെയാണ് ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന പടത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, അല്ല ആ കോമഡിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം, ഞാൻ പറഞ്ഞ ഈ കഥയുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻ്റായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയണം കേട്ടോ. അത് ഞാൻ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയിട്ടൊന്ന് പറയണം എല്ലാവരും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ വരെ